ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, എല്ലാം എല്ലാം പിന്നെ ഒരുമിച്ച് പറയണോ? എന്തെങ്കിലും മീനിങ്ങിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല, മീനിങ്ങിൽ അങ്ങനെ വ്യത്യാസമില്ല. എപ്പോഴും ഓക്കെയാണ്, സുഖാണ്, റാഹത്താണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. ആ, ഓക്കെ. ഒക്കെ സുഖാണടാ, റാഹത്ത് തന്നെ, സന്തോഷം എന്നൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അൽഹംദുലില്ലാ ബിഖൈർ തയ്യിബ് സൈൻ തമാം. അത്ര അങ്ങനെ ഒന്ന് ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നല്ലത്. ഇനി ഇത് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അൽഹംദുലില്ലാ ബിഖൈർ, അത്ര പറഞ്ഞാലും മതി. ഓക്കെ, ഉം, ഇൻഷാ ഉം. അല്ലാ നമ്മൾ ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര ക്ലാസ് കണ്ടു ബുർഹാൻ? ഓക്കെ. ഞാൻ 18 വരെ കണ്ടു. ഓക്കെ. ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കി, ലാസ്റ്റ് 18ാമത്തെ ക്ലാസ് എന്തായിരുന്നു? 18 പാസ്റ്റ് ടെൻസ് ആണ്. അത് ഇപ്പൊ ചെയ്തു ഇപ്പം ആ, എന്നൊക്കെ പറയില്ലേ. ചെയ്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഉണ്ട്, ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നുള്ളത് എന്താ ഉപയോഗിക്കുക? ആ, കാന ഇന്തവും. ഏ കാന ഇന്തവും. ആ കാൻ ഐന്ദഹു, കാൻ ഐന്ദഹു, കാൻ ഐന്ദഹു, കാൻ ഐന്ദഹു, കാൻ ഐന്ദഹു, ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി, അവൻക്ക് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എങ്ങനെ പറയാം? അവൻക്ക് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, എങ്ങനെ പറയാം? മീറ്റിംഗ് എന്താ ബുർഹാൻ പറയാ? ആദ്യം എന്ത് ചെയ്യാം? ഉണ്ട് എന്നുള്ളതൊന്ന് കോൺജുഗേറ്റ് ചെയ്യുക. ഉണ്ട്, അവൻക്കുണ്ട്, അവൻക്കില്ല. അതെങ്ങനെ കോൺജുഗേറ്റ് ചെയ്യുക? അൻദഹു, അൻദഹ, അൻദഹും, അൻദക്, അൻദക, അൻദക്കും, അൻദി, അൻദന. അത് കോൺജുഗേറ്റ് ചെയ്താണ് വിത്ത് മീനിങ് കേട്ടോ. അവൻക്കുണ്ട് ഇന്തഹു. ആ അവൾക്കുണ്ട് ഇന്തഹ. അവർക്കുണ്ട് ഇന്തഹും. അവൻക്കുണ്ട് ആ, അല്ല, ഇന്ത ഇന്ദക്ക് എന്ന് പറഞ്ഞാൽ അയിന് അവൻക്കുണ്ട് എന്നാണോ? ഇല്ല, നിനക്കുണ്ട്, നിനക്കുണ്ട്. ഓക്കെ. ഇന്ത ഇന്ദക്ക് എന്ന് പറഞ്ഞാൽ നിനക്കുണ്ട്. ആ ഇന്ദക്ക് എന്ന് പറഞ്ഞാൽ ഫീമെയില് നിനക്കുണ്ട്. അയവ. ആ, ഇന്ദക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ട്. ആ പിന്നെ ഇന്ദക്കി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ഓക്കെ. ഇന്ധന എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്. ആ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്. ഓക്കെ. ഇനി ഇനി അവനക്ക് ക്ലാസ് ഉണ്ട്, അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല. അത് അവസാനം വരെ ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസ്തകളല്ലേ? ആ അല്ല, ഷുഗൽ, ഷുഗൽ മതി. ഷുഗൽ അല്ലെങ്കിൽ ദവാം, ഏതായാലും കുഴപ്പമില്ല. ഡ്യൂട്ടി ഉണ്ടെന്ന് പറയണ്ടേ? ആ അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഉം. ഉണ്ട്, അവൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ആദ്യം എന്തോ. അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അവനക്ക് ഡ്യൂട്ടി ഇല്ല. ഒരു ഫസ്റ്റ് ഞാൻ പറയാം. എന്തഹു ദവാമില്യോ, എന്തഹു ദവാമില്യോ, അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അല്ലെങ്കിൽ എന്തഹു ഷുഗലില്ലയോ, ഇന്ന് അവനക്ക് ഡ്യൂട്ടി ഉണ്ട്. അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല. മാന്തഹു ഷുഗലില്ലയോ, അവനക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല. അത് വിത്ത് മീനിങ് കേട്ടോ. മീനിങ്സ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്താണ്. ഓക്കെ. എന്തഹു ഷുഗലിയോ, അവൻക്ക് അയ്യോ. ഡ്യൂട്ടി ഉണ്ട്. ആ എന്തഹ ഷുഗലിയോ, അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ആ എന്തഹും ഷുഗലിയോ, ഓക്കെ. അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. ആ ആ, ഐന്ദ ഐന്ദക്ക ഷുഗലിയോ, നിനക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. ഐന്ദക്കും ഷുഗലിയോ, ഫീമെയില് നിനക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. എന്തൊക്കും ഷുഗലിയോ, നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ആ ആ, എൻ- എന്റെ ഷുഗലിയോ, ആ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. ആ, ഇന്ധന ഷുഗലിയോ, ഓക്കെ. നമ്മൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. അത് വിത്ത് അതിന്റെ നെഗറ്റീവും ഡ്യൂട്ടി ഇല്ല. ഉം. മാ ഐന്ദവു ഷുഗലിയോ, അയ്യോ. ആ, അവൻക്ക് ഡ്യൂട്ടി ഇല്ല. അയ്യോ. മാ ഐന്ദഹ ഷുഗലിയോ, അവൾക്ക് ഡ്യൂട്ടി ഇല്ല. ഓക്കെ. മാ ഐന്ദഹും ഷുഗലിയോ, ഓക്കെ. അവർക്ക് ഡ്യൂട്ടി ഇല്ല.
മാ ഇന്തൊക്കെ ഷുഗലിൽ യോം ആ നിനക്ക് ഡ്യൂട്ടി ഇല്ല. ഓക്കെ മാ ഇന്തൊക്കെ ഷുഗലിൽ യോം ഫീമെയിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല. ഓക്കെ മാ ഇന്തൊക്കും ഷുഗലിൽ യോം നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല. മാ ഇന്തി ഷുഗലിൽ യോം എനിക്ക് ഡ്യൂട്ടി ഇല്ല. മാ ഇന്ദഹ ഷുഗലിൽ യോം നമ്മൾക്ക് ഡ്യൂട്ടി ഇല്ല. ഓക്കെ ഓക്കെ മുകേഷ് ഹലോ ആ നിങ്ങളൊന്ന് ആ, കോൺജുഗേറ്റ് ചെയ്താണ് എന്തോ ഒന്ന് കോൺജുഗേറ്റ് ചെയ്താണ് അവൻക്കുണ്ട് ഇന്ദഹും ഷുഗർ അല്ലയോ അയവ ഇന്ദഹു ഷുഗർ അല്ലയോ അവന് ആ ജോലിയുണ്ട്. ഇന്ദഹ അവൻ ഷുഗർ അല്ലയോ ആ അവർക്ക് ജോലിയുണ്ട്. ഇന്നെന്ന് ഇന്ന് ഇന്ദഹും കേട്ടോ ആ, ഇന്ദഹും അല്ല ഇന്ന് പറയണം അല്യോം എന്ന് പറയണ്ടല്ലോ അപ്പൊ അല്യോം ഇന്ന് അപ്പൊ ഇന്ദഹു ഷുഗർ അല്യോം ഇന്ന് അവനക്ക് ഡ്യൂട്ടി ഉണ്ട് അങ്ങനെ ഇന്ദഹും ഷുഗർ അല്ലയോ ഓക്കെ പറഞ്ഞോളി ഇന്ദക്ക ഷുഗർ ഇന്ദക് ഷുഗർ അല്ലയോ ഓക്കെ ഇന്ദക്കി ഷുഗർ അല്ലയോ ഓക്കെ ഇന്ദക്കും ഷുഗർ അല്ലയോ ഇന്ദി ഷുഗർ അല്ലയോ ഓക്കെ ഇന്ദന ഷുഗർ അല്ലയോ. ഓക്കെ കറക്റ്റ് കറക്റ്റ് ഡ്യൂട്ടി ഇല്ലെന്ന് പറയുമ്പോ ആ മാ ഇന്ദഹു ഷുഗർ അല്ലയോ ആ മാ ഇന്ദഹ ഷുഗർ അല്ലയോ ഓക്കെ മാ ഇന്ദഹും ഷുഗർ അല്ലയോ ഓക്കെ മാ ഇന്ദക് ഷുഗർ അല്ലയോ ഉം. മാ ഇന്ദക്കി ഷുഗർ അല്ലയോ മാ ഓക്കെ ഇന്ദക്കും ഷുഗർ അല്ലയോ ആ മാ ഇന്ദഹി ഷുഗർ അല്ലയോ ആ മാ ഇന്ദ ന ഷുഗർ അല്ലയോ. ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചോദിക്കാം ബുർഹാൻ ഒന്ന് ചോദിച്ചു നോക്കി നിനക്കുണ്ടോ അവൻക്കുണ്ടോ അവൾക്കുണ്ടോ നിനക്കുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അത് സെയിം അല്ലേ വരുന്നത്? എക്സ്പ്രഷൻ അല്ലേ മാറ്റുള്ളൂ? അതെ അതെ സെയിം തന്നെ അത്രേ ഉള്ളൂ ഇന്ദഹു ഷുഗലുൽ യോം ഓക്കെ ഓക്കെ തമാം അവൻക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഓക്കെ ഇന്ദഹു ഷുഗലുൽ ഇന്ദഹ ഷുഗലുൽ യോം ഓക്കെ അവൾക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ദഹും ഷുഗലുൽ യോം അവർക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ദക്ക് ഷുഗലുൽ യോം നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ദക്ക് ഷുഗലുൽ യോം ഫീമെയിൽ നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ദക്കും ഷുഗലുൽ യോം നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ദി ഷുഗലുൽ യോം എനിക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഇന്ധന ഷുഗലുൽ യോം നമ്മൾക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഓക്കെ അടിപൊളി മുകേഷ് അടുത്തത് 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 ആ പ്രിപ്പോസിഷൻ ഒന്ന് പറഞ്ഞാണി നോക്കി പറഞ്ഞോളി ഇത് തന്നെയാണോ മാ ഇന്ദഹു? പറഞ്ഞോളി ഹലോ ഇത് തന്നെയാണ് മാ ഇന്ദഹു ഷുഗർ അല്ലയോ? അല്ല അല്ല ആ പ്രിപ്പോസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലേക്ക് അയക്കാം മറ്റേ അപ്പൊ മറ്റേ അന മിൻ ഇന്ത്യ ഹിന്ദി ഞാൻ അയക്കുന്നൊന്ന് കണ്ടു നോക്കി ഓക്കെ അതിലെ ഒരു ഒൻപതാമത്തെ ക്ലാസ് 9 അല്ല 10 10th മൊഡ്യൂൾ ആ പ്രിപ്പോസിഷൻ ഒന്ന് പറഞ്ഞു നോക്കി നോക്കിയോ അത് PDF ഓപ്പൺ ആക്കിയാണ് അന മിൻ കേരള ഓക്കെ ആ അന മിൻ കേരള ഓക്കെ അവൻ അവൻ അന അവൻ അൽ കേരളത്തിൽ ഫീൽ നിന്നാണ് എന്താ പറയാ ലിപ്യ അവൻ കേരളത്തിൽ നിന്ന് പറയുമ്പോ ഹൂമിൻ കേരള. ഓക്കെ ഹോം ഇൻ കേരള അടിപൊളി. ഇനി ഞാൻ പോകുന്നതിൽ കേരള അറൂഹ് എന്നാണ് അറൂഹ്. അപ്പൊ ബുർഹാൻ അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോകുന്നു എന്നെങ്ങനെ പറയാ ബുർഹാൻ പറഞ്ഞു നോക്കി. അറൂഹ് എന്നാണോ പറയുന്നത്? പറഞ്ഞോളി. ഞാൻ ഓഫീസിലേക്ക് പോകുന്നു എങ്ങനെ പറയാം?
അറൂഹ് എന്നാണോ പറയേണ്ടത് അതോ ഓഫീസിന് എന്താ പറയാറ്? മക്തബ് ഓഫീസിന് മക്തബ്. അപ്പൊ ഞാൻ അറൂഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോകുന്നു എന്നെങ്ങനെ പറയാം? അന അറൂഹു ഫിൽ മക്തബ്. ഇല്ല ടു എന്നുള്ളതിന് എന്താ? അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയ PDF ഓപ്പൺ ആക്കി നോക്കി. ടു എന്നുള്ളതിന് എന്താണ്? അന അറൂഹു ഇലൽ മക്തബ്. ഓക്കെ, അന റൂഹുൽ മക്തബ്. ഒന്നുകൂടി. അന റൂഹുൽ മക്തബ്. അന റൂഹുൽ മക്തബ്. ഞാൻ നാട്ടിലേക്ക് പോകുന്നു. മുകേഷ് അങ്ങനെ പറയാം. ബിലാദ് എന്ന നാട്, ബിലാദ്. അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോകുന്നു എന്ന് എങ്ങനെ പറയാം? നാടെന്താ സർ? ബിലാണോ? ബിലാദ്. ഞാൻ നാട്ടിലേക്ക് ബിലാർ. പോകും. നാ റൂഹില റൂഹില്ല ബിലാ. ആ ഞാൻ പോകുന്നു അറൂഹ് എന്നാട്ടോ. അറൂഹ്. റൂഹില ബിലാ. അറൂഹ് റൂഹ് ബിലാ ബിലാ. അറൂഹ് ഇലാ ബിലാദ്. എങ്ങനെ? അറൂഹ് ഇലാ ബിലാൽ. അറൂഹ് ഇലാ ബിലാദ്. ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അറൂഹ് ഇലാ ബിലാദ്. അറൂഹ് ഇലാ ബിലാൽ. ഓക്കെ. ഞാൻ അറൂഹ് ഇലാ ബിലാൽ. ഞാൻ കമ്പനിയിലേക്ക് പോകുന്നു. കമ്പനിക്ക് എന്താ പറയാ? ശരിക്ക എന്നാണ്. ബുർഹാൻ എങ്ങനെ പറയാ? ഞാൻ കമ്പനിയിലേക്ക് പോകുന്നു. ശരിക്ക. അന അറൂഹു ഇലാ ശരിക്ക. അന്നെ കറക്റ്റ്. അനറൂഹ് അനറൂഹിൽ ശരിക്ക. അടുത്ത പ്രിപ്പോസിഷൻ എന്താ പറഞ്ഞു ബുർഹാൻ? മിന്ന് പറഞ്ഞു. പിന്നെ മിൻ ഇല കഴിഞ്ഞിട്ട് എന്താ? മിൻ ഇലാ ഫി. ഫി എന്ന് പറഞ്ഞാൽ എന്താ ബുർഹാൻ? ഫി എന്ന് പറഞ്ഞ ഇൽ നിന്ന്, അതായത് ഇൽ. അപ്പൊ ഞാനിപ്പോൾ ഓഫീസിലാണ് എന്നെങ്ങനെ പറയാം ബുർഹാൻ? ഞാനിപ്പോ ഓഫീസിലാണ്. അനഫിൽ മക്തബ്. ഇപ്പോൾ അനഫിൽ മക്തബൽ ഹീൻ. ഒന്നുകൂടി. അനഫിൽ മക്തബൽ ഹീൻ. ഓക്കെ. ഞാനിപ്പോ നാട്ടിലാണ് മുകേഷ്. ഞാനിപ്പോ നാട്ടിലാണ് എങ്ങനെ പറയാം? ഫീ ചേർക്കണം. ഫി ബിലാദ്. ഓക്കെ. അനൽഹീൻ ഫി ബിലാദ്. ഞാൻ അടുത്ത എന്താണ് മുകേഷ്? മിൻ ഇലാ ഫി കഴിഞ്ഞിട്ട് എന്താ? മിൻ ഇലാ ഫി ബിലാദ്. അല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് പഠിക്കേണ്ടത്? മിന്നും ഇലായും കഴിഞ്ഞിട്ട് മിൻ ഇലാ ഫി ബിലാദ്. ഇല കഴിഞ്ഞിട്ട് എന്താണ്? മിൻ ഇല ഫി ലാ. ലാ എന്ന് പറഞ്ഞാൽ എന്താ? ലാ എന്ന് പറഞ്ഞാല് PDF ഓപ്പൺ ആക്കി വെക്കിട്ടോ. ഫോർ. അപ്പൊ അവൻക്ക് ഫോർ ഹിം എന്നെങ്ങനെ പറയാ? ബുർഹാൻ എങ്ങനെ പറഞ്ഞു നോക്കി. ഫോർ ഹിം. ഡാൻസിങ് വേർഡ് ചേർത്താൽ മതി. ഡാൻസിങ് വേർഡ് ഏതൊക്കെയായിരുന്നു മുകേഷ്? ഡാൻസിങ് വേർഡ് ഏതൊക്കെ? ലഹു. കറക്റ്റ്. ലഹു. അത് ഫുള്ള് കോൺജുഗേറ്റ് ചെയ്താണ് മുകേഷ്. ഫുള്ള് കോൺജുഗേറ്റ്. ലഹു, ലഹ. ഫുള്ള് പറയുമ്പോ ലാഹു, ലാഹി, ലാഹും, ഡാൻസിങ് വേർഡ് ആണ്. ലഹു, ലഹ. ലഹു, ലഹ. ഒന്നുകൂടി പറഞ്ഞോളെ. ലാഹു. ലഹു അവന് വേണ്ടി. ലഹു, ലാഹു, ലാഹ, ലഹ, ലാഹും, ലക്ക് എന്നുള്ള എന്താ? ലക്ക് എന്ന് പറഞ്ഞ എന്താ? നിന്റെ. ലക്ക് ഫോർ യു അതാണ് ലക്ക്. ഫോർ യു. ഫോർ യു. ഓക്കെ. ഓക്കെ പറഞ്ഞോളി.
ആ അപ്പോ ലാക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി. ആ ഫോർ യു, ലഹും എന്ന് പറഞ്ഞാല് നാ എന്ന് അവർക്ക്, വെച്ചാൽ ഞങ്ങൾ. ലക്ക് പറഞ്ഞാൽ നിനക്ക്, ലക്കും നിങ്ങൾക്ക്. അപ്പൊ എനിക്ക് എന്നുള്ള എന്താ പറയാ? അപ്പം നിങ്ങൾ ലായി അവിടെ ലാ എന്നല്ല, ലീ എന്നാ എനിക്ക്. ഉപയോഗിക്കുന്നത് കേട്ടോ. ലീ എന്നാട്ടോ, വെറും ലീ ലീ ലീ, ലി- എനിക്ക്. അതുകൊണ്ടുണ്ട്. ഈ ലാ എന്ന് വെച്ചാല് ഇല്ല എന്നല്ലേ അർത്ഥം? അങ്ങനെയുണ്ടോ? ഏ ലാ എന്ന് വെച്ചാൽ ഇല്ല എന്നർത്ഥമുണ്ടോ? ലാ. അല്ല, അത് ലാ എന്നുള്ളത് കേട്ടോ, അത് നീട്ടി അത് വേറെയാണ്. ലാ ലാ ആ ലാ 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 എന്ന് പറഞ്ഞാൽ ലഹു, ലാ. ലഹ, ലഹും. അത് ഇത് ഈ ഡാൻസിങ് പാടില്ല. ലാ എന്നുള്ളത് പല രീതിയിൽ ഉപയോഗിക്കും. ലാ എന്നുള്ളത് ലാത്ത ടെക്നിക്ക് പറയാൻ ഞാൻ പിന്നീട് പറഞ്ഞു തരണ്ട്. വെറും ലാ എന്ന് പറയാൻ നോ എന്നുള്ളതാണ്. എന്ത് ഷെരിബ്ത ഷായ്, നീ ചായ കുടിച്ചോ? അല്ല, ഇല്ല, ആ എന്റെ മാ ഷെരിബ്ത ഷായ്, ഞാൻ ചായ കുടിച്ചില്ല. ആ ലാ ആണ് നോ എന്നുള്ളത്. ഈ ലാ എന്ന് വരുന്നത് അതല്ല. ഇത് ലഹു, ലഹ. ഡാൻസിങ് വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് കട്ട് തരുന്നത്. ലഹു ഡാൻസിങ് വേർഡ്. ലഹു, ലഹ, ലഹും, ലക്, ലക്കി, ലക്കും, ലീ, ലന, ലീ, നന. ലീ എന്ന് പറഞ്ഞാൽ എനിക്ക്, ലന എന്ന് പറഞ്ഞാൽ നമുക്ക്. ഇതൊക്കെ പാസ്റ്റ് ടെൻസിൽ ആ എത്തുമ്പോൾ, 18ാമത്തെ മോഡ്യൂളിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ മിൻ, ഇല, ഫി, ഇല്ല. പിന്നെ അടുത്തത് ബുർഹാൻ, അടുത്ത verb എന്താ? അടുത്ത പ്രിപ്പോസിഷൻ. അന്ന് ആ അൻ അല ആ ക ആ ഹെത്ത ആ വ. ഒന്നുകൂടി. അൻ അല ക ഹെത്ത വ. ഒന്നുകൂടി. അൻ അല ക ഹെത്ത വ. ഓക്കെ, മുകേഷ് ഒന്നും പറഞ്ഞാണ് ഏതൊക്കെയാന്നുള്ളത്. അൻ അൻ അല ക. ആ പറഞ്ഞോളേ. അൻ അല, മുകേഷ് പറഞ്ഞോളി. അൻ അല, അൻ അല ക ഹത്തവ. അൻ അല ക ഹത്തവ. അപ്പൊ അൻ എന്ന് പറഞ്ഞാൽ എന്താ? എബൌട്ട്, എബൌട്ട്. അൻ അൻ അൻ. ബുർഹാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്താണ്. ഡാൻസിങ് വേർഡ് കണക്ട് ചെയ്തിട്ടോ. അൻഹു, അവനെ കുറിച്ച്, അബൌട്ട് ഹിം. അൻഹ, അവളെ കുറിച്ച്, അബൌട്ട് ഹർ. അത് കംപ്ലീറ്റ് ചെയ്താണ് വിത്ത് മീനിങ്. ഹു അവനെ കുറിച്ച്, അൻഹ അവളെ കുറിച്ച്, അൻഹും അവരെ കുറിച്ച്, ഓക്കെ അൻക എന്നെ കുറിച്ച്, ഓക്കെ. അൻകി ഫീമെയിൽ എന്നെ കുറിച്ച്, അൻകും എന്നെ കുറിച്ച്, അന്നി എന്നെ കുറിച്ച്, ആ അന്ന ആ നമ്മളെ കുറിച്ച്. ഓക്കെ ഓക്കെ, അടിപൊളി. അടുത്തത് അന്ന് കഴിഞ്ഞിട്ട് എന്താണ്? അല. അല അല അല. മുകേഷ് അല എന്ന് പറഞ്ഞാൽ എന്താ? അല മീൻസ് മുകളിൽ. ഓൺ ഓൺ. അല തോവില, അല ഓണോ? സയ്യാറ. ഇത് 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 ഈ പ്രിപ്പോസിഷൻ അധികം വരില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാല് മിന്നും ഫീയും ഇലയും. മിൻ, ഇല, ഫി. മിൻ, ഫ്രം, ഇല, ടു. ഫി എന്ന് പറഞ്ഞാൽ ഇൽ. അതാണ് അധികം വരുള്ളൂ. അതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അല എന്ന് പറഞ്ഞാൽ എബൌട്ട്. അത് കഴിഞ്ഞിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതാ ബുർഹാൻ? ക. ക ക ക എന്ന് പറഞ്ഞാൽ പോലെ. അതും അധികം വരില്ല. ക ക പോലെ. അതിന് ശേഷമുള്ളത് ഹെത്ത. ഹത്ത, വരെ. അന ഇസ്തഖൽത ഹത്ത സബഅ. വരെ, സിൻസ് അല്ലെങ്കിൽ ടിൽ. ടിൽ എന്ന് പറയുന്നത് വരെയാണ് ഹത്ത, ഹത്ത എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്സിലേക്ക്. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറഞ്ഞാണ് മുകേഷ് ഏതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ്? അതാണ് ഇമ്പോർട്ടന്റ്. ഏഷ്, അതൊന്ന് പറഞ്ഞു നോക്കി. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണുള്ളത്? ഏഷ്, ടു, ഷുൻ, ഏഷ്, ടു, ഏഷ്. ഷുൻ, ബുഷ്, ആ ലീഷ്, ലീഷ്, വെയിൻ, ആ പെയിൻ, ഐൻ, ഐ. ഐൻ. അടിപൊളിയ. ഏഷ്, ലേഷ്, വെയിൻ, ഐ. ഏഷ്. നിങ്ങള് ബുർഹാൻ ഏറ്റവും കൂടുതൽ കേട്ട പദം ഏതാ? ഏഷ് എന്നാണോ? വാട്ട് എന്നുള്ളതിന് ഏഷ് എന്നാണോ? ഷൂ എന്നാണോ? ഷുനു എന്നാണോ? ഷൂനാണ് ഇവിടെ, ഷുൻ, ഷൂന കേൾക്കുന്നത്. ഷുനു ഉപയോഗിച്ച്. അവിടെ ഷുനു ആണ്. ഷു, ഷു, മുകേഷിന്റെ ഏതാ ഏറ്റവും കൂടുതൽ കേട്ടതാ? ഷൂ ഷൂ വാട്ട്. ഷൂന അല്ല ഷൂ. ഷു, ഷു. ആ, മുകേഷിന്റെ ഷൂന്നാ? അതെ, ഷു ആണ്. ഷു. യു യുഎയിൽ ഷൂസ്, കൂടുതലായിട്ട് ഷൂന വരുന്നത്. ഷുനു അല്ലേ?
ഷൂ എന്നാ വരുന്നത്, ഷുനു അല്ല, ഓക്കെ ഷൂ. ഓക്കെ ഓക്കെ, ഷു ഷു. അപ്പൊ അല്ല, ഏത്? ഷു ഷു ആ ആ രണ്ടാമത്തെ. ഈ ഖത്തറിലൊക്കെ ചിലപ്പം ഷുനു എന്ന് ഉപയോഗിക്കുക. ഷുനു 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 തബിയൻത്തെ ഷുനു 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 എന്നാ വാട്ട് എന്നുള്ളതിന്. അപ്പൊ ഏത് ഉപയോഗിച്ചാലും മതി. ഏഷ് ആണെങ്കിലും ഷുനു, ഷു ആണെങ്കിലും ഷു, ഷുനു ആണെങ്കിലും ഷുനു. അപ്പൊ ഷു പറഞ്ഞാൽ വാട്ട്, ഷു വാട്ട്. അപ്പൊ എന്താണ് അവന്റെ പേര് എന്നെങ്ങനെ ചോദിക്കുക ബുർഹാൻ? ഷൂ സ്മഹു. കറക്റ്റ്. എന്താ നിന്റെ പേര് മുകേഷ് ചേട്ടാ എന്നങ്ങനെ ചോദിക്കുക? എന്താ നിന്റെ പേര്? നിന്റെ പേരാകുമ്പോ ആ, ഷു. ആദ്യം നിന്റെ പേരാകുമ്പോ ഷു എന്താ അല്ല അല്ല, മസ്തു നെയ്മിന് എന്താ പറയാ? നെയ്മിന് എന്താ പറയാ? മസ്മൂർ ഇസ്മു എന്നാണ്. ഇസ്മു എന്നാണ് നെയ്മ്. മസ്മുക്ക അല്ല അല്ല, മാന്നല്ല. ഏഷ് ഇസ്മക്ക് ഇസ്മു എന്നാട്ടോ. ഇസ്മു ഷുസ്മക്ക് ഷുസ്മക്ക്. ഇസ്മു അല്ല, ആ ഷുസ്മസ് ആ ഷുസ്മക്ക് ഷുസ്മക്ക്. ഷുസ്മസ് എന്താ നിന്റെ പേര്? ഷുസ്മക്ക്. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്ടി അവന്റെ മുകേഷ്, റിപ്പീറ്റ് ചെയ്തോടി. ഷുസ്മസ് ആ ഷുസ്മക്ക്. എന്താ അവന്റെ പേര് എന്നങ്ങനെ ചോദിക്കാം? ഷുഷ്മി എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. അല്ല, എന്റെ പേരെന്താന്ന് ചോദിക്കൂലല്ലോ, ഷുസ്മി എന്നുള്ളത്. അവന്റെ പേര് ഹും. ഏ അവന്റെ പേരെന്ന് വായിക്കുമ്പോഴത്തേക്കും അപ്പൊ ഏഷ് ഷുസ്മുഹു അല്ലെങ്കിൽ ഷുസ്മുഹു ഹും ഷുസ്മുഹു. മസ് എന്താ അവന്റെ പേര്? ഷുസ്മുഹു. എന്താ ഷുസ്മു അവന്റെ പേര്? ഷുസ്മു എന്താ അവളുടെ പേര് ഏഷ് എന്നങ്ങനെ ചോദിക്കാം? ഷുസ്മഹു. എന്താ ബുർഹാൻ അവളുടെ പേരെന്താന്ന് ചോദിക്കാം? അവളുടെ പേരാകുമ്പോ ഷൂ സ്മഹ. ഓക്കെ, അവരുടെ പേരെന്താണ്? ഷൂ സ്മഹു. ഓക്കെ, നിങ്ങളുടെ പേരെന്താണ്? ഷൂ സ്മക്ക്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് മുകേഷ്, അടുത്ത ഇതെന്താ ക്വസ്റ്റ്യൻ വേർഡ് എന്താ? ഹലോ ഷൂ ഓക്കെ ആയി. അടുത്തത് അടുത്തത് എന്താ? ഷൂ 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 കഴിഞ്ഞു. ഷൂ ഷൂ ലേഷ് ഏഷ് ഏഷ് ലേഷ് ലേഷ് വൈ ലേഷ്. ബുർഹാൻ എന്താണ്? ലേശ് എല്ലായിടത്തും സെയിം. ആ ലേശ് ലേഷ്. എല്ലായിടത്തും സെയിം ആണോ? ലേഷ് എല്ലായിടത്തും അധികം സെയിം തന്നെയാണ്. ആ ലേഷ് ലേഷ് തന്നെ ഉപയോഗിക്കുക. ലേഷ് 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 ലേഷ്. അപ്പൊ ലേഷ് എന്ന് പറഞ്ഞാൽ വൈ, എന്തിന്. ലേഷ് ഏഷ് ലേഷ്. പിന്നെ അടുത്തതും എവിടെ എന്നുള്ളതിന് എന്താ ഉപയോഗിക്കുക? സെയിം. വെയിൻ. വെയിൻ അല്ലെങ്കിൽ ഫെയിൻ. വെയിൻ അല്ലെങ്കിൽ ഫെയിൻ. വെയിൻ വെയിൻ. എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ് എന്നെങ്ങനെ ചോദിക്കാൻ വെച്ചിട്ടാ? ബുർഹാൻ എങ്ങനെ ചോദിക്കുക നീ ഇപ്പൊ എവിടെയാണ്? വേനിങ്ടൺ. പറഞ്ഞോളി, റിപ്പീറ്റ് ചെയ്തോളി. വേനിങ്ടൺ. വേനിങ്ടൺ ഹീൻ. വേനിൻ തൽഹീൻ. വേനിൻ തൽഹീൻ. നീ ഇപ്പൊ എവിടെയാണ്? വേനിൻ തൽഹീൻ. നിങ്ങളിപ്പോ എവിടെ എങ്ങനെ ചോദിക്കുക? നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? വേനിങ്ടൺ. വേനിങ്ടൺ. അങ്ങനെ പറയാൻ കിട്ടാൻ ഇൻതും നല്ല വരിക. നിങ്ങളിപ്പോ എവിടെയാണ്? വേൻ തുമിൽഹീൻ. നിങ്ങളിപ്പോ എവിടെയാണ്? അതാ വേൻ ഇൻ തുമിൽഹീൻ. വേൻ ഇൻ തുമിൽഹീൻ. നിങ്ങളിപ്പോ എവിടെയാണ്? അപ്പൊ വേൻ എന്ന് പറഞ്ഞാൽ എവിടെ. ലാസ്റ്റിലെ മായി മൂൽ നാക്കിയിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് പറയും അല്ലെ? അതെ, കറക്റ്റ് കറക്റ്റ്. വേൻ ഇൻ തുമിൽഹീൻ. വേറെ ഒന്നുണ്ടെന്ന് പറയുക എങ്ങനെയാണ് വെയിൻ വെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ. വെയിൻ ഹു. എവിടെ അവൻ എവിടെയാണ്? വെയിൻ നീ എവിടെയാണ്? വെയിൻ വെയിൻ തും. നിങ്ങൾ എവിടെയാണ്? വെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ. വെയിൻ ഹവി വെയിൻ. നീ എവിടെയാണ്? വെയിൻ തുൽഹീൻ. നീ ഇപ്പൊ എവിടെയാണ്? അന അൽഹീൻ ഫിൽ മക്തബ്. അപ്പൊ വെയിൻ ഹബീബി വെയിൻ എന്താ അങ്ങനെ ചോദിക്കല് നിങ്ങൾ കേട്ടിട്ടില്ലേ? വെയിൻ ഹബീബിന്ന്. ഉണ്ട്. അപ്പൊ നീ എവിടെയാന്നുള്ളതിനാണ്. നീ എവിടെയാണ്? വെയിൻ വെയിൻ. അന അൽഹീൻ ഫി സഫീന. അന അൽഹീൻ ഫി സഫീന. ഞാൻ ഷിപ്പിലുണ്ട്. അന അൽഹീൻ ഫി സഫീന. അന അൽഹീൻ ഫിൽ ഗർഫ. ഞാനിപ്പോ റൂമിലുണ്ട്. അന അൽഹീൻ ഫിൽ മക്തബ്. ഞാനിപ്പോ ഓഫീസിലുണ്ട്. അന അൽഹീൻ ഫി ശരിക്ക. ഞാനിപ്പോ കമ്പനിയിലുണ്ട്. അതാണ് അന അൽഹീൻ. അപ്പം വെയിൻ ഏഷ് ലേഷ് വെയിൻ വിച്ച്. വിച്ച് എന്നുള്ളത് എന്താ? വിച്ച് എന്ന് വെച്ചാൽ ഐ. ആയി ശരിക്ക. ഏത് കമ്പനിയാണ്? ആയി ശരിക്ക. ഏത് ശരി. കമ്പനിയാണ്? ഏഷ് ലേഷ് വെയിൻ ഐ വിച്ച് വിച്ച് ഐ. ഓക്കെ, ഏഷ് ലേഷ് വെയിൻ ഐ. പിന്നെ അടുത്തത് എന്താ ബുർഹാൻ?
ഉം, പിന്നെ ആ, മൻ ആ മൻ മൻ അല്ലെങ്കിൽ മിൻ അല്ലെങ്കിൽ മനു. ആ മെൻ അല്ലെങ്കിൽ മന് കൊടുത്തോളി, ബാക്കിയൊന്നും പറയണ്ട. മെൻ മെത്ത കേഫ് കം. മൻ മെൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ്? മെൻ എന്ത? നീ ആരാന്ന് അങ്ങനെ ചോദിക്ക. മെയിൻ എന്താ? മെൻ എന്ത, അവൻ ആരാന്ന് അങ്ങനെ ചോദിക്ക ബുർഹാൻ. മൻഹു. മെനു. അത് മെൻഹു എന്നുള്ളത് ചിലപ്പോൾ കൂട്ടി പറയുമ്പോൾ സ്പീഡിൽ പറയാം. മെനു. മെനു മെനു ആരാണ്? മെനു ആരാണ്? മെത്ത എന്ന് പറഞ്ഞാലോ? മത്ത എന്നും പറയാം, മെത്ത എന്നും പറയാം. മെത്ത എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ എപ്പോൾ. എപ്പോൾ മെത്ത എപ്പോൾ. മെത്ത എങ്ങനെയെന്നുള്ളതിനോ? കേഫ് എങ്ങനെ? കേഫ്. മെൻ മെത്ത കേഫ് എങ്ങനെ? കേഫ്. അടുത്തത് എന്താ മുകേഷിതാ? ഈ കേസിനുള്ളത് കീസ് എന്ന് കം പറയാറുണ്ടോ? കേട്ടില്ല ബുർഹാൻ, കേട്ടില്ല. ഈ കേസിനുള്ളത് കീസ് എന്നും പറയാറുണ്ടോ? കീഫ് എന്ന് ചോദിക്കുന്നത് കറക്റ്റാ. കീഫക് ഹബീബി, കീഫ് എന്ന് ചോദിക്കലുണ്ട്. ശരിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കൊളോക്കിൽ പലരും പല രീതിയിലായിട്ട് പറയാം. നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെ അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് ഇതാക്കി പറയില്ലേ, അതുപോലെ തന്നെയാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൂ. കീഫക് ഹബീബി, ആ, കീഫ് ഹാലക്കിന്റെ പകരം കീഫക് ഹബീബി. ഇതൊക്കെ സുഖല്ലേ? അല്ലാതെ കീഫ്. മെൻ മെറ്റ കീഫ്. പിന്നെ അടുത്ത് ലാസ്റ്റ് എന്താ നമുക്ക് വെച്ചിട്ടാ? കം പറഞ്ഞ എന്താ? കം എന്ന് വെച്ചാൽ ഹൗ മച്ച്. അതാ കം പുലൂസ്. അതാ അതെ, കം ഫുലൂസ് കം. എത്രയാണ്? കം പറഞ്ഞാൽ എത്ര? ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച്. കം ഫുലൂസ് عندك അപ്പൊ എത്ര? അങ്ങനെ ചോദിക്കുമ്പോ ആദാം ചേർക്കണം. ആദാ കം പുലൂസ് ആണ്, ഹാദാ കം പുലൂസ് ആണ്. അതെ, കറക്റ്റ്. ഹദക്കം ഫുലൂസ് ഇതിനെത്രയാണ്? ഹദക്കം ഫുലൂസ് ഇതിനെത്രയാണ്? ഹദക്കം ഫുലൂസ് ആ ഇതിനെത്രയാണ്? ഹദക്കം ഫുലൂസ് ഇതിനെത്രയാണ്? ഓക്കെ. ഹദക്കം ഫുലൂസ്